നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പൈസ് ആയിട്ടും മെഡിസിൻ ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഇഞ്ചി. ജിഞ്ചിബർ ഒഫീഷ്യൽ എന്ന് ശാസ്ത്രീയ നാമമുള്ള ഇഞ്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക. വെൽക്കം ടു ജിബിസ് വേൾഡ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂമിക്കടിയിലുള്ള തണ്ട് അല്ലെങ്കിൽ റൈസോം ആണ് ഇതിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം. മെച്ചുറായ റൈസോം തന്നെയാണ് നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇഞ്ചിയുടെ ഓരോ ഭാഗങ്ങളും ഇഴകീറി പരിശോധിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ലൈവായി നിൽക്കുന്ന ഒരു ഇഞ്ചി എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വശങ്ങളിൽ നിന്ന് അല്പം മണ്ണിളക്കിയ ശേഷം ശക്തിയായി വെള്ളം ഇതിന് മുകളിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി സമൂലം ഒട്ടും ഡാമേജ് കൂടാതെ കിട്ടുകയും ആവശ്യത്തിന് ശേഷമുള്ള ഇഞ്ചി മണ്ണിട്ട് സംരക്ഷിക്കാനും കഴിയും. ഇനി വളരെ ആയാസരഹിതമായി നമുക്ക് ഇഞ്ചിയെ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഒറ്റ നടയിൽ തന്നെ വേര്, സ്കെയിൽസ്, ബഡ്സ് അല്ലെങ്കിൽ മുകുളം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒന്നുകൂടി ആഴത്തിൽ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ വേരുകളൊക്കെ ക്ലീൻ ചെയ്ത ശേഷം ഒന്ന് നീളത്തിൽ കീറിയെടുക്കുകയാണ്. കീറിയെടുത്ത ശേഷം ഇഞ്ചിയിലേക്ക് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റെഡ് കളർ കാണാം, തണ്ടിൽ റെഡ് കളർ കാണാം. അവിടെ വരെയാണ് നമ്മുടെ റൈസോം പരമാവധി വളരുന്നത്. ഇനി നമ്മൾ ഓരോ ഇലകളായിട്ട് ചീന്തിയെടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ യഥാർത്ഥ സ്റ്റെം എവിടെ വരെയുണ്ട്, സൂഡോ സ്റ്റെം എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് യഥാർത്ഥ സ്റ്റെം. അതായത് ആദ്യം ഇലകൾ ചുരുണ്ട് ഒരു സ്യൂഡോ സ്റ്റെം രൂപപ്പെടുകയും അതിനുള്ളിലൂടെ സ്റ്റെം വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തിന് നമ്മൾ സ്കെയിൽസ് എന്ന് പറയും. ഇഞ്ചി മണ്ണിനകത്ത് വളരുന്ന സമയത്ത് ഇതിൻ്റെ മുകളത്തിനല്ല ബഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് പ്രധാനപ്പെട്ട ധർമ്മം. ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗമാണ് ബഡ്സ് അല്ലെങ്കിൽ മുകുളം. ഇത് വളർന്നിട്ടാണ് പുതിയ ഷൂട്ട്സ് അല്ലെങ്കിൽ തണ്ടുകൾ ഉണ്ടാവുന്നത്. ഈ ഷൂട്ട്സിൻ്റെ എണ്ണം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഇഞ്ചിക്ക് വിളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. 2 സ്റ്റെം മാത്രമുള്ള ഈ ഇഞ്ചിയിൽ നിലവിൽ 11 ബഡ്സ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു മാസം കഴിയുമ്പം ഇതിൽ നിന്ന് 11-12 ഷൂട്ട്സ് ഉണ്ടാവും. നിലവിലുള്ളതിൻ്റെ 5 ഇരട്ടി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനാവശ്യമായ പോഷകങ്ങളും വളങ്ങളും കൊടുക്കുക, ഒപ്പം തന്നെ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക. ഈ ഇഞ്ചിയുടെ താഴെഭാഗത്തൊരു യെല്ലോയിഷ് കളർ കാണാം. എന്ന് വെച്ചാൽ അവിടെ വെച്ചാണ് ഇഞ്ചിയുടെ വളർച്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അതിന് തൊട്ടടുത്ത് കുറച്ച് വേരുകളുണ്ട്. ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ കിട്ടുന്നു. ഏറ്റവും കൂടുതൽ വളർച്ച കഴിഞ്ഞു നാരുകളുടെ അളവ് കൂടിയിരിക്കുന്ന ഭാഗമാണത്. ഇനി ഷൂട്ട്സിൻ്റെ തൊട്ട് താഴെയുള്ള ക്രോസ് സെക്ഷനാണ്. വളരെ ലോലമായ നാരുകൾ ഇനിയും വന്നിട്ടില്ലാത്തൊരു ഭാഗമാണിത്. നന്നായി ട്രീറ്റ് ചെയ്താൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു 30 ഷൂട്ട്സ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. മെഡിസിനൽ പർപ്പസിനും സ്പൈസിനെസ്സിനും അപ്പുറം നമുക്കിതിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് കൂടെ വിലയിരുത്താം. 0 ഫാറ്റ്, 0 കൊളസ്ട്രോൾ, കൂടാതെ സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, അയൺ എന്നിവയുടെ കലവറ കൂടിയാണ് ഇഞ്ചി. എത്ര പറഞ്ഞാലും തീരാത്ത ഇഞ്ചിയെക്കുറിച്ചുള്ള ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്